ഈ സാധനം എന്താണെന്ന് മനസ്സിലായ? ഇത് ഫുഗാ ഷോക്ക് എന്നൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പോക്സി, നമ്മുടെ ടൈലിന്റെ ഒക്കെ ഗ്യാപ്പുകളിൽ ഇടുന്ന അപ്പോക്സി ഇല്ലേ, ഈ മാറ്റ് അപ്പോക്സി, ഗ്ലാസ് അപ്പോക്സി, അങ്ങനെ വരുന്ന അപ്പോക്സികൾ റിമൂവ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. കൂടുതലായിട്ട് ഉപകാരപ്പെടുക നമ്മുടെ ടൈൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും, അതേപോലെ തന്നെ വീടുകളിൽ അപ്പോക്സി അപ്ലൈ ചെയ്തതിന് ശേഷം പോവാത്ത സ്ഥലങ്ങളിൽ ക്ലീൻ ചെയ്യാനൊക്കെ ഉപകാരപ്പെടുന്ന സാധനമാണ്. MRP പ്രൈസ് 1097 ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ ഈ വീഡിയോ കണ്ടിന്യൂ കാണേണ്ട ആവശ്യമില്ല. അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഉപകാരമുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ ഇതെങ്ങനെ റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് അപ്പോക്സി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് റിമൂവ് ചെയ്യാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലുള്ള മാറ്റ് ഫിനിഷിങ് കിച്ചണിൽ, ബാത്റൂമുകളിലൊക്കെ ആണെങ്കിൽ അപ്പോക്സി പിടിച്ചിരിക്കുക, ലൈനുകളിൽ കട്ട് ചെയ്യാൻ മറക്കുക, അതുപോലെ ടൈമിങ് തെറ്റിയിട്ട് കട്ട് ചെയ്യാൻ എടുക്കാണ്ടിരിക്കുക, അങ്ങനെ കഴിഞ്ഞാൽ അപ്പോക്സി ടൈലിൽ പിടിക്കും. അങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മളുള്ള ഈ സാധനം ഭയങ്കര ഉപകാരപ്രദമായ സാധനമാണ്. ഞങ്ങളിപ്പോൾ 1-2 സൈറ്റിൽ ഉപയോഗിച്ചതിന് ശേഷം, നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ ഉപകാരം കണ്ടപ്പോഴാണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം തോന്നിയത്. ഇതുപോലുള്ള അവസ്ഥ വരുമ്പോൾ നമ്മളിത് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഒരുപാട് ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രഷൊക്കെ യൂസ് ചെയ്യാം. ഇത് അപ്പോക്സി തേച്ചിട്ട് ഏകദേശം ഞങ്ങൾ രാവിലെ തേച്ചിട്ടതാണ്, ഇതിന്റെ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മളിതിൽ ഇത് അപ്ലൈ ചെയ്ത് അങ്ങനെ വെക്കണം. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിച്ച്, അപ്പോക്സി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും, സ്ക്രബ്ബർ ഉപയോഗിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുക. ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമുക്കിതിങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്ലോക്ക് വൈസിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. വളരെ സിമ്പിളായിട്ട് പോരും. എത്ര പിടിച്ചിരിക്കുന്ന അപ്പോക്സി ആയാലും വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ തുണി ഉപയോഗിച്ച് വളരെ വൃത്തിയായിട്ട് ഇങ്ങനെ തുടച്ചെടുക്കണം. ജോയിന്റ് ഇല്ലേ, ഈ ഒരു ജോയിന്റ്, ഇതിൽ സിമെന്റ് കയറി പിടിച്ചിട്ട് ഈ ബ്ലാക്ക് കളർ ചെറിയ വൈറ്റ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതിൽ ഈ അപ്പോക്സി റിമൂവർ ഇങ്ങനെ അപ്ലൈ ചെയ്യുക. അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ അപ്പോക്സി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഉള്ള കാരണമാണ് നമ്മൾ ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാത്തത്. എല്ലാവരും ഇത് ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യണം, കാരണം നല്ല സ്ട്രോങ് സാധനമാണ്. എത്ര കാലപ്പഴക്കമുള്ള അപ്പോക്സി ആയാലും ഇതുപോലെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിൽ അപ്പോക്സി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫുഗാ ഷോക്ക്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ശ്രദ്ധിക്കുക എല്ലാവരും. ഇങ്ങനെ ആവശ്യമുള്ള ആളുകൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുക. ഹാർഡ്വെയർ ഷോപ്പുകളിൽ കിട്ടും. പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ അറിവുകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.